പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ സകലതും ബീഹാറിൽ NDAക്ക് ഒരേ സ്വരത്തിൽ ഭരണ തുടർച്ച പ്രവചിക്കുകയാണ്. NDAക്ക് 130 മുതൽ 162 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് പ്രവചനങ്ങൾ. മഹാസഖ്യം 70 മുതൽ 108 സീറ്റിലേക്ക് മെലിയുമെന്നും സർവേകൾ പറയുന്നു. ഏറെ കൊട്ടിഘോഷിച്ചെത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി നനഞ്ഞ പടക്കം ആകുമെന്നാണ് പ്രവചനം. 4-5 സീറ്റ് കിട്ടിയാലായി. അല്പം മുമ്പ് അവസാനിച്ച രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ബീഹാറിൽ റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 68.52% പേർ വോട്ട് ചെയ്തു. സർവേ ഫലങ്ങൾ അടപടലം തെറ്റുമെന്നും തിരിച്ചുവരവ് നടത്തും എന്നുമുള്ള അവകാശവാദമാണ് മഹാസഖ്യ നേതാക്കൾക്കുള്ളത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. എങ്ങനെയാകും ബീഹാർ ചിന്തിച്ചത്? ആദ്യം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഡാറ്റ ഒന്ന് ഓടിച്ച് പരിശോധിക്കാം. ശേഷം വിശദാംശങ്ങൾക്ക് വേണ്ടി ആസിഫ് മുഹമ്മദിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡാറ്റ പരിശോധിക്കാം. ഡാറ്റ എങ്ങനെയാണ്? ബീഹാറിൽ ഭരണ തുടർച്ചയെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ ഏതാണ്ടെല്ലാം തന്നെയും പറയുന്നത്. JVC പോൾസ് NDAക്ക് 135 മുതൽ 150 സീറ്റ് വരെ പ്രവചിക്കുന്നു. മഹാസഖ്യത്തിന് 88 മുതൽ 103 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ സീറ്റുകളാണ് JVC പോൾസ് പ്രവചിക്കുന്നത്. മാട്രിക്സ് പറയുന്നത് ഇങ്ങനെയാണ്: NDA 147 മുതൽ 167 വരെ സീറ്റുകൾ നേടും. മഹാസഖ്യം 70 മുതൽ 90 വരെ സീറ്റുകൾ, മറ്റുള്ളവർക്ക് 2 മുതൽ 10 സീറ്റുകൾ വരെ ലഭ്യമായേക്കാം എന്നവർ പറയുന്നു. പീപ്പിൾസ് ഇൻസൈറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: NDA 133, 148, മഹാസഖ്യം 87 മുതൽ 102 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ സീറ്റുകൾ അവർ പ്രവചിക്കുന്നു. ദൈനിക് ഭാസ്കർ ആണെങ്കിൽ NDAക്ക് 145 മുതൽ 160 വരെ വലിയ നമ്പറാണ് കൊടുക്കുന്നത്. മഹാസഖ്യം 73 മുതൽ 91 സീറ്റുകൾ വരെ മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് 5 മുതൽ 10 സീറ്റുകൾ വരെ നേടാമെന്നാണ് ദൈനിക് ഭാസ്കർ പ്രവചിക്കുന്നത്. ബീഹാറിൽ ഭരണ തുടർച്ച എന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ വരുന്നത്. ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് ഇങ്ങനെയാണ്: NDAക്ക് 130, 138, മഹാസഖ്യം 100, 108, മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാം എന്നവർ പറയുന്നു. PMarQ NDA 142, 162, മഹാസഖ്യം 80 മുതൽ 98 സീറ്റുകൾ വരെ, മറ്റുള്ളവർക്ക് 0 മുതൽ 3 വരെ സീറ്റുകൾ ലഭ്യമായേക്കാം എന്നവർ പറയുന്നു. ബീഹാർ വിധിയെഴുതിയത് 2 ഘട്ടമായിട്ടാണെന്ന് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ 65.08% പോളിംഗാണ് അവിടെ ഉണ്ടായത്. രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗാണ്. അനുകൂലം എന്ന് ഇരു മുന്നണികൾക്ക് പുറത്തുള്ള കക്ഷികളും എല്ലാം തന്നെയും അവകാശപ്പെടുന്നുണ്ട്. NDAയിൽ BJPയും JDUവും മത്സരിച്ചത് 101 വീതം സീറ്റുകളിലാണ് എന്ന് നമുക്കറിയാം. മഹാസഖ്യത്തിൽ RJD 143 സീറ്റുകളിൽ, കോൺഗ്രസ് 61 ഇടത് പാർട്ടികൾ 30 സീറ്റുകളിലും പോരിനിറങ്ങുകയാണ് ചെയ്തത്. 10ാം വട്ടം മുഖ്യമന്ത്രിയാകാനുള്ള നിതീഷ് കുമാറിൻ്റെ നീക്കം യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കാര്യം. NDA ജയിച്ചാലും നിതീഷിന് പകരം മുഖ്യമന്ത്രിയായി മറ്റൊരാളെ BJP നിർദ്ദേശിച്ചേക്കാനാണ് സാധ്യത എന്ന് ഇതിനകം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ JDUവിൽ പിളർപ്പിന് സാധ്യതയുണ്ട് എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നൊരു കാര്യമാണ്. NDA ജയിച്ചാൽ BJP തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇതാണ് ഡാറ്റാ ഷീറ്റിലുള്ള വിവരങ്ങൾ. നമുക്ക് ആസിഫ് മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നൽകും. എക്സിറ്റ് പോൾ ഫലങ്ങൾ, സർവേ ഫലങ്ങൾ പരാജയപ്പെടുകയും വലിയ തോതിൽ ശരിയാവുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ ഉണ്ട് ആസിഫ് നമ്മുടെ രാജ്യത്താകെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. ഇതിപ്പോൾ നിശ്ചയമായിട്ടും ഇരു മുന്നണികളുടെയും അകത്ത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടാകും, പ്രത്യേകിച്ചും ഈ പറയുന്ന മഹാഗഡ്ബന്ധിനകത്ത്. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു സർവേ ഫലമെങ്കിലും മഹാഗഡ്ബന്ധിന് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം പ്രവചിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 130 മുകളിൽ സീറ്റുകളാണ് മിക്ക സർവേ ഫലങ്ങളും ഇപ്പോൾ NDAക്ക് അനുകൂലമായി പറയുന്നത്. അതിൽ ഏതൊരു ആശ്വാസം എന്ന് പറയാൻ ചാണക്യ മാത്രമാണ്. ചാണക്യ മാത്രം 100 മുകളിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രവചനം ഇന്ത്യ സഖ്യത്തിനുണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് ആശ്വാസമാകുന്ന ഏക സർവേ ഫലം അതായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് ഈ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. അതായത് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സീറ്റുകൾ തന്നെ ഭൂരിപക്ഷവും ഇന്ത്യ സഖ്യത്തിന് കിട്ടാൻ സാധ്യത എന്നാണ് മിക്ക സർവേ ഫലങ്ങളും പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും അത്തരത്തിൽ ഓരോ ഘട്ടമായി നോക്കി തന്നെ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് പീപ്പിൾ ഇൻസൈറ്റ് ആണ്. അതിൽ അവർ പറയുന്നുണ്ട് BJP ആയിരിക്കും ഏറ്റവും വലിയ കക്ഷിയായി മാറുക NDAയിൽ. പക്ഷേ JDU തൊട്ട് പിന്നാലെ തന്നെ വരും. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ BJP 68 മുതൽ 72 സീറ്റ്, JDU 55 മുതൽ 60 സീറ്റ്, LJP 9 മുതൽ 12 സീറ്റ് വരെ നേടുമെന്നുള്ളത്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ RJD 65 മുതൽ 72 സീറ്റ് വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. പക്ഷേ കോൺഗ്രസ് 9 മുതൽ 13 സീറ്റുകളിലേക്ക് ഒതുങ്ങാനുള്ളൊരു സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇടത് പാർട്ടികൾ 11 മുതൽ 14 സീറ്റുകളിലേക്ക് എത്തുമെന്നാണ് അത്തരത്തിൽ വിശദമായ സർവേ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ സർവേകളിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ വലിയ അന്തരം ഉണ്ടാകില്ല. അതായത് 46% വോട്ട് NDA നേടുമ്പോൾ ഏകദേശം 38-39% വോട്ടോളമായിരിക്കും മഹാസഖ്യം
സഖ്യം നേടുക എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്നത് ജൻസ്വരാജ് പാർട്ടി ഒരു 9% മുകളിൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് സീറ്റുകളുടെ എണ്ണം 5-ൽ താഴെയാണെങ്കിൽ പോലും ഏകദേശം 9% വോട്ട് അവർ പിടിക്കുമെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ അത് ബാധിക്കുക മഹാസഖ്യത്തെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഒവൈസി അടക്കമുള്ള പാർട്ടികൾ, അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അവർ പിടിക്കുന്ന വോട്ട് അത് ചെറിയ ശതമാനമാണെങ്കിൽ പോലും അത് മഹാസഖ്യത്തെ ബാധിക്കാനുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർവേ ഫലങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് നഷ്ടമാകുന്നത് സ്വാഭാവികമായും മറ്റ് ചില പാർട്ടികളുടെ കൂടി രംഗത്തെത്തിയതാണ് എന്നാണ് പൊതുവെ ഈ ഒരു ഫലം വിലയിരുത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ആസിഫ്. ഹർഷൻ, നമുക്ക് ഇതിപ്പോൾ ഇന്ത്യയിൽ സമീപകാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ കാണണം. സമീപകാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും ഈ സർവേ ഫലങ്ങൾ പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഹർഷൻ? അതായത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം നേടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് പ്രവചനങ്ങളെല്ലാം വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രോ ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. കാരണം വോട്ടിംഗ് ശതമാനം എന്നത് എല്ലാ തവണത്തേക്കാളും, അതായത് ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ്. അതായത് ഒന്നാം ഘട്ടം പോളിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വലിയ പോളിംഗ് ആണെന്ന്. ആ ഒന്നാം ഘട്ടത്തെയും കവച്ചു വയ്ക്കുന്നതാണ് രണ്ടാം ഘട്ടം പോളിംഗ് എന്നുള്ളത്. അത് മാത്രമല്ല, അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഈ മിഥില, കോസി, മഗധ്, സീമാഞ്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ കനത്ത പോളിംഗ് അത് NDAക്ക് അനുകൂലമായി വരുന്ന തരത്തിലാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള പൊതുവിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോയി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളുടെ സാന്നിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മജ്ലിസ് പാർട്ടിയുടെയും ഒപ്പം തന്നെ ഈ ജൻസ്വരാജ് പാർട്ടിയുടെയും, ഈ രണ്ട് പാർട്ടികളുടെയും സാന്നിധ്യം എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുക, ആരുടെ വോട്ടാണ് അവർ ചോർത്തുക എന്ന വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജൻസ്വരാജ് പാർട്ടിയുടെ നേതാവിൻ്റെ പ്രശാന്ത് കിഷോറിൻ്റെ പല പ്രസ് മീറ്റുകളും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും ഒക്കെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുകയാണോ അതോ അദ്ദേഹം ഒരു തന്ത്രപരമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുകയാണോ എന്നുള്ള സംശയം തോന്നും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലരും ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ചോർത്താനുള്ള ഒരു തന്ത്രമാണോ അദ്ദേഹത്തിൻ്റെത് എന്നുള്ള ചർച്ചകൾ സജീവമാണ്. അത് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച്. കാരണം ഏതാണ്ട് 2 സീറ്റുകൾ വരെ പരമാവധി അവർക്ക് ലഭിച്ചേക്കാം. പക്ഷേ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും അവർ അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിൽ അവർ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പൊതുവിലയിരുത്തൽ ഉണ്ടാകുന്നു. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ സഖ്യത്തെ തകർത്തുകൊണ്ടാണ് മജ്ലിസ് പാർട്ടിയുടെ സാന്നിധ്യം എല്ലായിടത്തും മുസ്ലിം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ ഈ സൗഹൃദ മത്സരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ സത്യത്തിൽ പാടില്ല. അവിടെ മത്സരമാണ് നടക്കുന്നത്. മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ഈ മഹാഗഡ്ബന്ധനിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള പരസ്പരമുള്ള വീറും വാശിയുള്ള മത്സരം തന്നെയാണ്. അവരത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായത് സൗഹൃദ മത്സരമാണ് എന്നൊക്കെ പറയുമെങ്കിലും 10-12 സീറ്റുകളിൽ ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. ഇതിനെ ഒരു മുന്നണിയായി എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുക എന്നുള്ള പ്രശ്നമുണ്ട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ഇവർക്ക് എത്രത്തോളം കരുത്തുണ്ട്, അതിനുള്ള കെട്ടുറപ്പുണ്ട് എന്നുള്ള സംശയം സ്വാഭാവികമായും ബീഹാറിലെ വോട്ടർമാർക്കുണ്ടാവും. അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ സംശയം, ഈ അഭിപ്രായ സർവേ ഫലങ്ങളിൽ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലല്ല, അതിനു മുമ്പ് വന്ന അഭിപ്രായ സർവേ ഫലങ്ങളിലെല്ലാം ഏതാണ്ട് 54% വരെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രതീക്ഷിക്കുന്ന സർവേ ഫലങ്ങൾ വന്നിരുന്നു. മാത്രമല്ല, പൊതുവെ അവിടുത്തെ ഇപ്പം നമ്മളുടെ ശരത്ത് അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നതാണ്. ശരത്ത് ഇവിടുന്ന് പറയുന്നതും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് തേജസ്വിയെ പോലൊരാളെയാണ്, അവരെ നിതീഷ് കുമാറിനെ അല്ല. കാരണം നിതീഷ് കുമാറിൻ്റെ ഏതാണ്ട് കാലം കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, പാർട്ടിയുടെ ഒരു അംഗബലവും ശേഷിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ BJPക്ക് വളരെ പിറകിലാണ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ്. പിന്നെ നിതീഷ് കുമാറിൻ്റെ ഒരു ഇമേജും ഒരു മുന്നണി എന്ന നിലയ്ക്ക് അതിന് ഭരണത്തിലേക്ക് കടക്കണമെങ്കിൽ കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ സാന്നിധ്യം വേണ്ടിയിരുന്നു എന്നുള്ളതും ഒക്കെ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ എത്രത്തോളം അവിടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതും എങ്ങനെയാണ് JDUവിൻ്റെ സീറ്റ് ടേൺ ഔട്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ സർക്കാരിന് സമാനമായ ഒരു സർക്കാർ ആയിരിക്കുമോ ഇതുപോലെ വലിയ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ 150 സീറ്റുകളും അതിന് മുകളിലുമൊക്കെ പ്രവചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 150 സീറ്റിലേക്ക് എത്തുക ആരുടെ പിന്തുണയോടെ ആയിരിക്കും, ഏത് പാർട്ടിയുടെ സീറ്റുകളും ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. അപ്പോൾ കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷവും അവിടുത്തെ സാഹചര്യം കടക്കുകയാണ്. ഒരു പ്രോ ഇൻകംബൻസി അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ന്യായമായും സംശയിക്കണം. കാരണം ഈ സ്ത്രീകൾക്ക് വലിയ
ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, 10,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നിലവിലുള്ള സർക്കാർ അത് പ്രഖ്യാപിക്കുകയും അതിൽ ചിലതൊക്കെ നടപ്പാക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാർ അവിടേക്ക് തന്നെയാണ് എത്തുക. മറ്റവരും വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടുണ്ട്, 30,000 തരുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കിട്ടിയ 10,000 വിശ്വസിക്കാവുന്ന ഒന്ന് എന്നുള്ള തോന്നലിലേക്ക് സ്ത്രീകൾ ചെന്നതുകൊണ്ടാണോ 70% സ്ത്രീകളും വോട്ട് ചെയ്യാൻ എത്തിയത് എന്ന് നമ്മൾ സംശയിക്കും. നിശ്ചയമായിട്ടും അതിനകത്തല്ലാണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേകൾ വെച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ശരിയാകാനും സാധ്യതയുണ്ട്, തെറ്റാകാനും സാധ്യതയുണ്ട്. സാധാരണ അതിൽ എല്ലാ സർവേകളും അങ്ങനെയാണ്. ഇപ്പോൾ ബീഹാറിലേത് പ്രത്യേകിച്ചും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാഗഡ്ബന്ധൻ്റെ വിജയമാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചത്. 11 എക്സിറ്റ് പോൾ സർവേകളുടെ ശരാശരി എടുത്താൽ അന്ന് 2020 125 സീറ്റ് ഗഡ്ബന്ധനാണ് പ്രവചിച്ചിരുന്നത്. 122 125 സീറ്റ്. അപ്പോൾ 122 മെജോറിറ്റി മാർക്ക് നമ്മൾ ഓർക്കണം. NDAക്ക് 108. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. NDAക്ക് കൊടുത്ത മഹാഗഡ്ബന്ധന് കൊടുത്ത 125 സീറ്റ് NDAക്ക് കിട്ടുന്ന പോലെ നേരെ തിരിച്ച ഒരു ഫലമാണ് ആ 2020 വന്നത്. പക്ഷേ 2015 നോക്കുകയാണെങ്കിൽ RJDയും JDUവും കോൺഗ്രസും ഒന്നിച്ച് മത്സരിച്ച കാലത്ത്, JDU നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവ് ഒന്നിച്ചു നിന്ന് മത്സരിച്ച ആ കാലത്ത് ഗഡ്ബന്ധന് 6 സർവേകളുടെ ശരാശരി 123 സീറ്റ് പ്രവചിച്ചു, NDAക്ക് 114. പക്ഷേ ഗഡ്ബന്ധൻ അതും മറികടന്ന് 178 സീറ്റ് നേടി. അപ്പുറത്ത് 114 സീറ്റ് വരെ പ്രവചിച്ച NDAക്ക് 58 സീറ്റ് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഈ സർവേ ഫലങ്ങളുടെ വിശ്വാസ്യത അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ എത്രത്തോളം ശരിയാകാം എന്നത് സംബന്ധിച്ച് ബീഹാറിൽ തന്നെ സമീപകാലത്തെ 2 തെരഞ്ഞെടുപ്പുകൾ തന്നെ നമ്മൾ എടുത്താൽ അത് പൂർണ്ണമായിട്ടും ശരിയാകാനിടയില്ല. ഇതിനകത്തൊരു കാര്യം പ്രധാനമായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ ബീഹാറിൽ ഈ ജാതികളുടെ വലിയ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നു. സ്ത്രീകൾ നേരത്തെ തന്നെ പല ജാതികളായിട്ട് വോട്ടർമാർ തിരിഞ്ഞു നിൽക്കുന്നു. മറ്റൊരു വോട്ട് ബോക്സായിട്ട്, ഒരു വോട്ട് ബ്ലോക്കായിട്ട് വനിതകൾ നിൽക്കുന്നു. അതിനകത്ത് ഈ 2 മഹാഗഡ്ബന്ധനും NDAയും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു. ഇവർക്ക് പുറത്ത് ജൻസുരാജും ഈ പറയുന്ന AMIMഉം പുറത്ത് നിൽക്കുന്നു. ഇവർ തമ്മിൽ മത്സരിക്കുന്നു. ആകപ്പാടെ അതികഠിനമായിട്ട് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നിതീഷ് കുമാർ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുകയില്ല. BJP ആ സീറ്റ് പിടിച്ചേക്കാം, മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചേക്കാം എന്ന തോന്നൽ പൊതുവിൽ തന്നെയുണ്ട്. തേജസ്വി യാദവിനോടാണ് കൂടുതൽ ആളുകൾക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യം എന്ന സംഗതി അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നണി ഈ പറയുന്നത് പോലെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സർവേകൾ പ്രവചിക്കുന്നത് പോലെ അങ്ങനെ ഈസി ആകണമെന്നില്ല കാര്യങ്ങൾ. അടുത്ത ദിവസം വരുമ്പോൾ നിശ്ചയമായിട്ടും ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനിശ്ചിതാവസ്ഥ ബാക്കി നിർത്തുന്ന സംഗതികൾ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തേജസ്വി യാദവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിടത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി കാണാനാണെന്ന് സർവേ ഫലങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആ മുഖ്യമന്ത്രിക്ക് ഒരു വോട്ട് ചെയ്തേക്കാം എന്നുള്ള തോന്നലിലേക്ക് ഒരുപക്ഷെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പ്രവചനങ്ങളൊന്നും ഫലവത്താകണമെന്നുമില്ല. അതെ, 10 വർഷം മുമ്പ് അഭിപ്രായ സർവേകൾ തോൽവി പ്രവചിച്ചിട്ട് കേവല ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ച ചരിത്രമുണ്ട് മഹാസഖ്യത്തിന്. അന്ന് RJDയും JDUവും ഒരു മുന്നണിയായിരുന്നു എന്ന ചരിത്ര കൗതുകമുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് മഹാഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. ഫലം എന്തായാലും അതിസങ്കീർണമായിരുന്നു ഇക്കുറി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2 മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനപ്പുറം പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിയും അസുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസും പിടിക്കുന്ന വോട്ടുകൾ ഭരണം എങ്ങോട്ടാണ് എന്ന് നിർവചിക്കും. കാര്യമായ സീറ്റൊന്നും ഈ 2 കൂട്ടർക്കും കിട്ടിയില്ലെങ്കിലും നേരിയ ശതമാനം വോട്ടുകളുടെ ചാഞ്ചാട്ടമാകും ബീഹാറിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുക. NDA ജയിച്ചാൽ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോരിനിറങ്ങാൻ BJPക്ക് ആത്മവിശ്വാസമേറും. ഇനി മറിച്ചായാൽ അതിൻ്റെ അലയൊലികൾ രാജ്യമെങ്ങും ഉയരും. നിലവിൽ നിറം മങ്ങി നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും വഴിയൊരുക്കും. സർവേ ഫലം പോലെ തന്നെയാണോ വിധിയെഴുത്ത് എന്നറിയാൻ 2 നാൾ കൂടി കാത്തിരിക്കണം. ഫലം എന്തായാലും അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നിശാ സൂചിക ആയിരിക്കുമെന്നതിൽ തർക്കമില്ല.